ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാട്ടോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വറ്റൽമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ഗ്രാമ്പു, കുറച്ച് കല്ലുപ്പ്. നിങ്ങൾ എത്ര തക്കാളി എടുക്കണമെന്ന് വിചാരിച്ച് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഇതൊക്കെ എടുക്കണേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് തക്കാളി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചേക്കായിരുന്നു. അത് കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യം വിനാഗിരിയാണ്. 1 ടീസ്പൂൺ മതി കേട്ടോ വിനാഗിരി. തക്കാളിയൊക്കെ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ ഉണ്ടാക്കണത്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക. നമ്മൾ അരിഞ്ഞ തക്കാളി നമ്മളൊരു കുക്കറിനകത്തേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുമ്പ് എടുത്തു വെച്ച വെളുത്തുള്ളി, കുരുമുളക്, ഗ്രാമ്പു, വറ്റൽമുളക്, ഉപ്പ് ഇതൊക്കെ ഇടുക. ഇട്ട് 2 വിസിൽ മതി കേട്ടോ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളിക്കകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഇറങ്ങിക്കോളും. നമ്മളിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അത് അടിച്ചെടുത്തു കേട്ടോ. ഇത് നമുക്കൊരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുക്കണം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് അത് ഗ്യാസിൽ വെച്ച് നന്നായി തിളപ്പിച്ച് എടുക്കണം. ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ആ ടൈമിൽ നമുക്ക് പഞ്ചസാരയും വിനാഗിരിയും ഇട്ട് കൊടുക്കാം. ഇത്ര ആയിട്ടില്ല കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കുറച്ച് തിക്കായി. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മാറി വന്നേക്കണത് തിക്കായിട്ടുണ്ട്. ഈ ടൈമിലാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വിനാഗിരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ച് നോക്കണം. അപ്പോൾ അതിങ്ങനെ വെള്ളം പോലെ ഒഴിച്ച് പോകണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഒഴിച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ടൊന്ന് ചരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒഴുകി വരുന്നത്. അപ്പോൾ നമുക്കിത് ഒരു അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റാം. റെഡി ആയിട്ടുണ്ട് നമ്മൾ ടൊമാറ്റോ സോസ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കണേക്കാളും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കണതായിരിക്കും. വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ദിവസം നിൽക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.